പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങള് അവസാന നിമിഷത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തോട് സംസാരിച്ച ഈ വാക്കുകൾ നിങ്ങൾ തട്ടിക്കളയരുത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ കാളികാവ് പഴയ ജുമാഅത്ത് പള്ളി നമ്മുടെ മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട പുരാതന പള്ളികളിൽ ഒരു പള്ളിയാണ്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുണ്ട്. ധാരാളം സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും ഉമറായിൻ്റെയും വലിയ മഖാമുകളും ഉള്ള വലിയ ജുമാഅത്ത് പള്ളി സുമനസ്സുകളായ ആളുകളോട് പ്രത്യേകമായി അതിൻ്റെ കാര്യം അറിയിക്കുകയാണ്. ആയതിനാൽ നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഖ്യ അതിലേക്ക് നൽകുകയും അതിന് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. സത്യവിശ്വാസികളെ, ഇത്രയും നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാറ്റിനേക്കാളും കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് നമ്മുടെ ഈ ആവശ്യം നിങ്ങൾ പരിപൂർണമായി സഹകരിച്ച് കൊടുക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാളികാവ് വലിയ ജുമാ മസ്ജിദിന്റെ കീഴിലാണ്. ഏകദേശം 3 വർഷത്തോളമായി ഈ പള്ളിയുടെ അവസ്ഥ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഏകദേശം 3.5 കോടി രൂപയോളം ഈ വലിയ പള്ളിക്ക് വേണ്ടി നല്ലവരായ നാട്ടുകാരുടെയൊക്കെ കാരുണ്യം കൊണ്ട് ഒരാളെ മുമ്പിൽ പോലും കൈനീട്ടാതെ ഏകദേശം ഈ കാണുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റി. പക്ഷെ ഇനിയും വേണം ഏകദേശം 1 കോടി രൂപക്ക് മുകളിൽ. എന്നാൽ മാത്രമേ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പവിത്രമായ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ ഒരു പെരുന്നാൾ നിസ്കാരം ഈ പള്ളിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ നാടിന്റെ വലിയൊരു ആഗ്രഹം. ഒരിക്കലും നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു നാടേ അല്ല ഇത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ മുമ്പിൽ വന്ന് ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി വന്ന് കൈനീട്ടുന്നത്. നാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇവിടുത്തെ ജുമാ നിസ്കാരമൊക്കെ ഈ കാണുന്ന ചെറിയൊരു ഷെഡിന്റെ ഉള്ളിലാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. നമ്മുടെ പാണക്കാട് തങ്ങള് അവസാന നിമിഷത്തില് ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഈ ഒരു വലിയ പള്ളി എത്രയും പെട്ടെന്ന് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇതിൽ നിസ്കാരം തുടങ്ങണമെന്നാണ് അദ്ദേഹം അവസാന നിമിഷത്തിൽ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും. ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു വലിയ പള്ളിയും കൂടിയാണ്, ഒരു മക്ബറയും കൂടിയാണ് ഈ പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ സ്വതക്കയിൽ നിന്ന്, നമ്മുടെ സക്കാത്തിൽ നിന്ന് ഒരു വിഹിതം ഈ പള്ളിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണമെന്നും, കഴിവിന്റെ പരമാവധി ഈ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഈ നാടിന്റെ കണ്ണുനീര് എത്രയും പെട്ടെന്ന് തുടച്ചു നീക്കാൻ കൂടെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി സഹായിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും കൂടെ നിൽക്കുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ അസുഖങ്ങളെ തൊട്ട് നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ഈ ഒരു സ്വതക്ക നൽകുന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏകദേശം 200-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ മുഴുവൻ മഹല്ലുകളുടെയും കേന്ദ്ര പള്ളിയായ കാളികാവ് വലിയ പള്ളി പുനർനിർമ്മാണം ആരംഭിച്ചിട്ട് 3 വർഷത്തോളമായി. നാട്ടുകാരായ മുഴുവൻ സഹോദര സഹോദരിമാരുടെയും സഹകരണത്തോടുകൂടെ അൽഹംദുലില്ലാഹ് 80% ഇതിന്റെ വർക്ക് പൂർത്തിയായി. നമ്മുടെ കോൺട്രാക്ടർക്ക് അദ്ദേഹം എടുത്ത പണിയിൽ 61 ലക്ഷത്തോളം രൂപ ഇനി കടമായി അദ്ദേഹത്തിന് നൽകാനുണ്ട്. ബാക്കി ഏകദേശം 50 ലക്ഷത്തോളം രൂപയുടെ പണി നടക്കാനുമുണ്ട്. ഈ പരിശുദ്ധമായ റമളാനിൽ നാട്ടിലും സ്വദേശത്തും വിദേശത്തുമുള്ള മുഴുവൻ സഹോദര സഹോദരിമാരും പവിത്ര പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമളാനിൽ ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയുടെ കടം വീട്ടുന്നതിന് വേണ്ടിയും തുടർന്നുള്ള പണികൾ നടക്കുന്നതിന് വേണ്ടി ആയിരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുമായി സഹകരിക്കുന്ന, സഹായിക്കുന്ന, പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി